നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായതോടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ആശങ്കയിലായി. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 2500ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ പ്രധാന സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാണ് നിലവിൽ ഈ ദുരവസ്ഥ നേരിടുന്നത്. സ്കൂൾ പരിസരത്ത് ആദ്യം 1-2 തെരുവുനായകളുടെ ശല്യമുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ അവയുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്ഥിതി ഗുരുതരമായി മാറിയതായി അധികൃതർ പറയുന്നു. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ ആരോപണം. നിലവിൽ സ്കൂൾ അടുക്കളയിലും വരാന്തകളിലും തെരുവുനായകൾ കയറി മലമൂത്ര വിസർജനം നടത്തുന്നത് ആരോഗ്യ ഭീഷണിയുണ്ടാക്കുകയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരെ നായ്ക്കൾ പാഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ പതിവായതോടെ ഭയന്നാണ് ഇവർ സ്കൂളിലെത്തുന്നത്. തെരുവുനായ ശല്യം സംബന്ധിച്ച് പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രധാനാധ്യാപിക പങ്കജം പറഞ്ഞു. രാവിലെ കുട്ടികൾ വരുന്ന സമയത്തും 4 മണി സമയത്തും ഇവിടെ പട്ടികളുടെ ശല്യം വളരെ അധികമാണ്. പട്ടികൾ ഗേറ്റും സുരക്ഷിതമല്ല, റോഡിൽ നിന്നുള്ള പട്ടികൾ ഇങ്ങോട്ട് കയറുന്നുണ്ട്. പിന്നെ പട്ടികൾ പ്രസവിച്ച് ഇഷ്ടം പോലെ കുട്ടികളും സ്കൂളിന് ചുറ്റോട് ഓടി നടക്കുകയാണ്. പട്ടിക്കുട്ടികൾ ഇവരുടെ ശല്യം ക്ലാസ് റൂമുകളിലും വരാന്തകളിലും ഇവരുടെ കാഷ്ടിച്ചിട്ടുള്ള വൃത്തികേട് കുട്ടികൾക്ക് ക്ലാസ്സിൽ കയറാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു സംഭവം ഉണ്ടായി. വരാന്തയിലിരുന്ന കിടന്ന പട്ടി ഒരു കുട്ടിയെ കടിക്കുകയും ചെയ്തു. അപ്പോൾ ക്ലാസ് വിട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് പട്ടികളെല്ലാം അങ്ങോട്ട് കയറി വരുന്നത്. 5 മണിക്ക് ക്ലാസ് വിട്ട് പോകുമ്പോൾ പല കുട്ടികളിങ്ങനെ വന്ന് കയറുമ്പോഴാണ് പട്ടികളുടെ ശല്യം ഒരുപാടായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ കുട്ടികളുള്ള സമയത്ത് ഇതുണ്ടാകുമ്പോൾ ഒരു പട്ടിശല്യം സ്കൂളിന് വളരെ ഭയങ്കരമായ ഒരു വിപത്ത് തന്നെയാണ്. ഇതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതരോ ആരും തന്നെ ഇതുവരെ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യം പഞ്ചായത്തിൽ വിളിച്ചു പറയുകയും അവരെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെതിരെ ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ പട്ടിശല്യം ഒഴിവാക്കി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭയമില്ലാതെ വിദ്യാലയത്തിനകത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും രാവിലെ സ്കൂളിലെത്തുന്ന സമയത്തും ഉച്ചഭക്ഷണ ഇടവേളകളിലും സ്പെഷ്യൽ ക്ലാസ് സമയങ്ങളിലും നായ്ക്കൾ ഭീഷണിയാണെന്നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ നിഷ പറഞ്ഞു. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ വളരെയധികം നായ്ക്കളെ കൊണ്ടുള്ള ശല്യമാണ്. കഴിഞ്ഞ വർഷം 1-2 നായ്ക്കൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ അവധി കഴിഞ്ഞതോട് കൂടിയിട്ട് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു. അതായത് കുട്ടികൾ പ്രസവിച്ചിട്ട് കുട്ടികളുമായിട്ടാണ് ഇപ്പോൾ നായ്ക്കൾ നടക്കുന്നത്. വരാന്തയിലും ക്ലാസ് റൂമുകളിലൊക്കെ പട്ടികൾ കയറിയിട്ട് വളരെ ശല്യമാണ്. നിരവധി തവണ നമ്മൾ പഞ്ചായത്തിലും അതുപോലെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ഷനൊന്നും ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാഹചര്യം കുട്ടികൾ ഈ നായ്ക്കുട്ടികളുമായിട്ടുള്ളൊരു സമ്പർക്കം വരുന്നുണ്ട്. ഒഴിവ് സമയത്ത് നായ്ക്കുട്ടികളായിട്ട് കുട്ടികൾ സമ്പർക്കത്തിൽ വരുന്നു. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനെ അധികൃതരോട് വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇടവേളകളിൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ചിലപ്പോൾ നായ്ക്കൾ കുരച്ചുകൊണ്ട് പിന്നാലെ ഓടാറുണ്ട്. വരാന്തകളിലും സ്കൂൾ പരിസരത്തും മലിനീകരണം ഉണ്ടാകുന്നതിനാൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. സുരക്ഷിതമായ പഠനാന്തരീക്ഷമൊരുക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. ഇവിടെ പട്ടികളൊക്കെ ആയിട്ട് നല്ല ശല്യമുണ്ട്. ഇപ്പോൾ പട്ടികൾ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൻ്റെ അവിടെ വന്നിട്ട് മൂത്രമൊഴിക്കുക, ഞങ്ങൾക്ക് നടക്കാനൊന്നും നേരെ പറ്റണില്ല. അതുമാത്രമല്ല അടുത്തുകൂടെ പോകുമ്പോഴൊക്കെ കുരയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇറങ്ങി നടക്കാനൊന്നും നേരെ പറ്റുന്നില്ല, പേടിയാകുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും ഉത്തരവാദിത്തമാണെന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ്. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കേണ്ടതുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.